കാർഷിക വാർത്തകൾ. സംസ്ഥാന കർഷക അവാർഡുകൾക്ക് സർക്കാർ അംഗീകാരം. ശ്രീ ഉമ്മൻചാണ്ടി സ്മാരക അവാർഡ് ഉൾപ്പെടെ 3 പുതിയ വിഭാഗങ്ങൾ ഇത്തവണ ഉൾപ്പെടുത്തി. 2025 സംസ്ഥാന കർഷക അവാർഡുകൾക്കാണ് സർക്കാർ അംഗീകാരം നൽകിയത്. കാർഷിക മേഖലയിലെ സമഗ്ര സംഭാവനകൾക്ക് 5 ലക്ഷം രൂപ സമ്മാനത്തുകയുള്ള ശ്രീ ഉമ്മൻചാണ്ടി സ്മാരക അവാർഡ് ആദ്യമായി ഉൾപ്പെടുത്തി. കൂടാതെ മട്ടുപ്പാവ് കൃഷി ചെയ്യുന്ന മികച്ച കർഷകൻ, ഉദ്യാനശ്രേഷ്ഠ എന്നീ 2 പുതിയ വിഭാഗങ്ങളും 50,000 രൂപ വീതം സമ്മാനത്തുകയും ഫലകവും സർട്ടിഫിക്കറ്റുമായി പ്രഖ്യാപിച്ചു. ആകെ 38 വിഭാഗങ്ങളിലായാണ് ഇത്തവണ സംസ്ഥാന കർഷക അവാർഡുകൾ നൽകുക. മികച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലുള്ള സി അച്യുതമേനോൻ സ്മാരക അവാർഡ്, മികച്ച കൃഷിഭവനുള്ള വി രാഘവൻ സ്മാരക അവാർഡ്, പത്മശ്രീ കെ വിശ്വനാഥൻ മെമ്മോറിയൽ നെൽക്കതിർ അവാർഡ്, സിബി കല്ലിങ്കൽ സ്മാരക കർഷകോത്തമ അവാർഡ്, കേരകേസരി മികച്ച ജൈവ കർഷകൻ, പൈതൃക കൃഷി വിത്ത് സംരക്ഷണ പ്രവർത്തനങ്ങൾ നടത്തുന്ന ആദിവാസി സംഘങ്ങൾക്കുള്ള അവാർഡ് എന്നിവയും ഇതിലുണ്ട്. അവാർഡുകൾക്കുള്ള അപേക്ഷകൾ ജൂലൈ 13 വരെ ബന്ധപ്പെട്ട കൃഷിഭവനുകളിൽ സമർപ്പിക്കാം. അവാർഡുകൾ ഓഗസ്റ്റ് 17 നടക്കുന്ന സംസ്ഥാന കർഷക ദിനാഘോഷ ചടങ്ങിൽ വിതരണം ചെയ്യും. അപേക്ഷാ ഫോറങ്ങളും കൂടുതൽ വിവരങ്ങളും ബന്ധപ്പെട്ട കൃഷിഭവനുകളിൽ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് www.keralaagriculture.gov.in സന്ദർശിക്കാം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സംസ്ഥാനത്ത് ഇറച്ചിക്കോഴി വില കുതിച്ചുയരുന്നു. ഒറ്റ ദിവസം കൊണ്ട് കിലോയ്ക്ക് കൂടിയത് 8 രൂപയാണ്. സംസ്ഥാനത്ത് ഇറച്ചിക്കോഴി വില വീണ്ടും കുതിച്ചുയരുന്നു. കിലോഗ്രാമിന് 198 രൂപയായാണ് നിലവിലെ വിപണി വില. ഒറ്റ ദിവസം കൊണ്ടാണ് 8 രൂപയുടെ വർധനവ് ഉണ്ടായിരിക്കുന്നത്. സാധാരണ ജൂൺ ജൂലൈ മാസങ്ങളിൽ വില കുറയാറുണ്ടെങ്കിലും ഇത്തവണ സ്ഥിതി മറിച്ചാണ്. ഉൽപാദനം കുറഞ്ഞതും കോഴിത്തീറ്റയുടെ വില വർദ്ധിച്ചതുമാണ് പ്രധാന കാരണങ്ങളെന്ന് വ്യാപാരികൾ പറയുന്നു. വരും ദിവസങ്ങളിലും വില ഇനിയും ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തൽ. വിലക്കയറ്റത്തെ തുടർന്ന് പല സംസ്ഥാനങ്ങളിലും കോഴി വിൽപ്പന കുറഞ്ഞിട്ടുണ്ട്. ഹോട്ടലുകൾക്കും ഇത് തിരിച്ചടിയായതോടെ ചിക്കൻ വിഭവങ്ങളുടെ വില വർദ്ധിപ്പിക്കേണ്ട സാഹചര്യമാണെന്ന് ഹോട്ടൽ ഉടമകൾ പറയുന്നു. വില നിയന്ത്രിക്കാൻ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്ന ആവശ്യവും ശക്തമാവുകയാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. റംബൂട്ടാൻ വില ഇടിഞ്ഞതോടെ കർഷകർ പ്രതിസന്ധിയിൽ. കിലോയ്ക്ക് ഉൽപാദന ചെലവ് പോലും ലഭിക്കാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. കിലോയ്ക്ക് 350 രൂപ വരെ ലഭിച്ചിരുന്ന റംബൂട്ടാന് ഇപ്പോൾ 150 രൂപയിൽ താഴെയാണ് വിപണി വില. ഉൽപാദന ചെലവ് പോലും തിരിച്ചു കിട്ടാത്ത സാഹചര്യമാണ്. റബ്ബർ വെട്ടിമാറ്റി ഉയർന്ന വരുമാനം പ്രതീക്ഷിച്ച് റംബൂട്ടാൻ കൃഷിയിലേക്ക് തിരിഞ്ഞ പല കർഷകരും ഇപ്പോൾ വലിയ നഷ്ടം നേരിടുകയാണ്. കിലോയ്ക്ക് കുറഞ്ഞത് 180 രൂപയെങ്കിലും ലഭിച്ചാലേ നഷ്ടം ഒഴിവാക്കാനാകുമെന്നാണ് കർഷകരുടെ ആവശ്യം. എന്നാൽ റോഡരികിലെ വിൽപ്പനശാലകളിൽ പോലും പരമാവധി 160 രൂപ മാത്രമാണ് ലഭിക്കുന്നത്. എന്നാൽ സാധാരണ പോലെ മുൻകൂറായി പണം നൽകി വ്യാപാരികൾ തോട്ടങ്ങൾ ഏറ്റെടുക്കാൻ എത്തിയിട്ടില്ല. സമൂഹമാധ്യമങ്ങളിലൂടെ റംബൂട്ടാനെതിരെ നടക്കുന്ന വ്യാജ പ്രചാരണങ്ങളും ആവശ്യകത കുറയാൻ കാരണമായെന്നാണ് വ്യാപാരികളുടെ ആരോപണം. ഇതോടെ ചെറുകിട കർഷകർ സ്വന്തം നിലയിൽ റോഡരികിൽ പഴം വിൽക്കേണ്ട അവസ്ഥയിലാണ്. തമിഴ്നാട്ടിലെ വ്യാപാരികളിൽ നിന്ന് വാങ്ങിയ മുൻകൂർ തുക പോലും തിരിച്ചു നൽകേണ്ട സാഹചര്യവും പലർക്കും നേരിടുകയാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.